ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ അഭിന എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾ എന്നോട് ചോദിച്ചു ഒരു പൂക്കട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാമോയെന്ന്. എന്നാൽ പിന്നെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോ അത് തന്നെ ആവട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. ന്യൂസ് പേപ്പറിനെ 3ആയി മടക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 20 പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 20 പീസിൽ 18 നമ്മുടെ പൂക്കോട്ട ഉണ്ടാക്കാനും 2 അതിൻ്റെ തൂക്കി പിടിക്കുന്ന പിടിയായിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത ന്യൂസ് പേപ്പർ റീഫിലോ നൂൽക്കമ്പിയോ അതുപോലെ എന്തെങ്കിലും നമുക്ക് ചുരുട്ടാൻ ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ വെച്ച് ചുരുട്ടി ഒരു പൈപ്പ് പോലെ ആക്കിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത എല്ലാ ന്യൂസ് പേപ്പറും അതുപോലെ പൈപ്പ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരേ അളവിൽ 8 വശങ്ങളുള്ള ഒക്ടഗൺ രീതിയിലുള്ള കാർഡ്ബോർഡ് പീസുകളാണ്. അപ്പം നമുക്ക് 8 വശങ്ങളുള്ളതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു 6 വശങ്ങളുള്ളതാണ്. അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തടുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ എല്ലാ കോൺ വരുന്ന ഭാഗത്തും നമ്മൾ ന്യൂസ് പേപ്പർ പൈപ്പ് വെച്ച് ഒട്ടിക്കണം. അതിൽ ഒരു കോണിൽ മാത്രം 2 അടുപ്പിച്ചൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിന് മുകളിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ കാർഡ്ബോർഡ് പീസ് വെച്ച് ഒട്ടിക്കുന്നത്. നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പശ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഉണങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ അടുത്തത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് പറഞ്ഞു തന്നിരിക്കും. അപ്പം ഇത് ഉണങ്ങിയ ശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ 2 അടുപ്പിച്ച് വെച്ചിരുന്നല്ലോ 2 പൈപ്പുകൾ. അപ്പോൾ 2 അടുപ്പിച്ച് വെച്ച പൈപ്പിൻ്റെ ഇടതുവശത്തെ പൈപ്പാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. അതെടുത്ത് അടുത്ത വശത്തേക്കുള്ള, അതായത് നമ്മുടെ വലതുവശത്തേക്കുള്ള പൈപ്പിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് അടുത്ത പൈപ്പ് ഈ നമ്മൾ ആദ്യം വെച്ച പൈപ്പിൻ്റെ മുകളിലൂടെ എടുത്ത് അടുത്ത സൈഡിലേക്ക് വെക്കും. അങ്ങനെ വെച്ച് റൗണ്ടിൽ നമ്മൾ ഇതെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൈപ്പ് തീർന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് തന്നെ രണ്ടാമത്തെ പൈപ്പിൻ്റെ അകം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ മുറുകി ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ വേണ്ട അളവിൽ, അതായത് ഇനിയും നിങ്ങൾക്ക് ആ പൈപ്പ് ഉപയോഗിച്ച് ഇച്ചിരൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൈപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ശേഷം അവസാനത്തെ പൈപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ പശ തേച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ അതെല്ലാം ഒട്ടിച്ച്, അതായത് നമ്മൾ അവസാനം വരുന്ന ഭാഗം നന്നായിട്ട് ഒട്ടിച്ച് പശ വെച്ച് അത് ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ എല്ലാം അറ്റം കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുഞ്ഞ് നല്ല കുറുമ്പ് കാട്ടുന്നുണ്ട്. അതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നത്. എന്നാലും സാരമില്ല, നമുക്ക് വീഡിയോ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്ന ആദ്യമേ നമ്മൾ മാറ്റി വെച്ച 2 പൈപ്പുകളുണ്ടല്ലോ, അതാണ്. അപ്പം നമ്മൾ ആ 2 പൈപ്പ് എടുത്തിട്ട് ഈ ഒന്നിച്ച് വെച്ച് ക്ലിപ്പ് ചെയ്യുകയോ വശമൊട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഈ കയറ് പിടിക്കുകയല്ലേ, കയറ് പിരിക്കുന്ന പോലെ നന്നായിട്ട് മുറുക്കി പിരിച്ചെടുക്കണം. അറ്റം വരെ അങ്ങനെ പിരിച്ചെടുക്കണം കേട്ടോ. ഇത്തിരി നന്നായിട്ട് മുറുക്കിയാണ് പിരിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഈ പിരിച്ച് വെച്ചത് ഊരിപ്പോരില്ല കേട്ടോ. അങ്ങനെ അത് പോലെ വളച്ച്, അതായത് ഓൾറെഡി അത് വളഞ്ഞു വരും, എന്നാലും ഇച്ചിരി ഷേപ്പിൽ വളച്ചെടുക്കണം. വളച്ച് നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കൊട്ടയ്ക്കകത്തോട്ട് അത് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലും വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ നീളം വേണം തോന്നും. അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ ആദ്യം കൊട്ട ഉണ്ടാക്കാൻ ചെയ്ത പോലെ തന്നെ ആ പൈപ്പും ഇതിൻ്റെ അകത്തോട്ട് തന്നെ മറ്റേ പൈപ്പ് വെച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും ഇത് പിരിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ട അളവിലെടുത്ത് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇത് വേണ്ട അളവിലെടുത്തതിന് ശേഷം ആദ്യത്തെ വള്ളിക്കകത്തൂടെ പുറത്തേക്ക് എടുത്തോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തിട്ടോ അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് അറ്റൊന്ന് വളച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം മുകളിലും താഴെയും നമ്മൾ പശ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട കളർ ബ്രൗൺ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് വേണം തോന്നിയാൽ ബ്ലാക്കോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ബ്രൗൺ ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ പിരി വരുന്നുണ്ടല്ലോ, പിരി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നോക്കി അടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു വൃത്തികേട് പോലും നമുക്കും തോന്നും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആ വിടവൊന്നും വരാതെ പെയിൻ്റ് അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗോൾഡ് കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പല വീഡിയോയിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗോൾഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് തോന്നുമല്ലോ. അപ്പം ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മറക്കാതെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.
അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കരുതേ. കഴിഞ്ഞ വീഡിയോയുടെ താഴെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പേര് പറയാമോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അഭിന, ഇഷാൻ, അയന അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നമ്മളുടെ അഭിനമോളുടെ സ്കൂളിലെ ഓണപ്പരിപാടിക്ക് അഭിനമോളും കൂട്ടുകാരും ഒക്കെ മലയാളി മങ്കയായിട്ട് ഒരുങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൂക്കട്ട ഉണ്ടാകാമെന്ന് ചോദിച്ചത്. അപ്പം എൻ്റെ വകയും എൻ്റെ വ്യൂവേഴ്സിൻ്റെ വകയും അഭിനമോൾക്കും കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ പൂക്കട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൂക്കട്ട ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ച് ഇതിലിട്ട് നോക്കിയിട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ബൈ.